ജാർഖണ്ഡിലേക്ക് പോയാൽ അവിടെ ഇന്ത്യ മുന്നണി അധികാരം നിലനിർത്തുന്നു. 81 അംഗ നിയമസഭയിൽ 56 സീറ്റുകൾ നേടിയാണ് ഹേമന്ത് സോറൻ അധികാര തുടർച്ച ഉറപ്പിച്ചിരിക്കുന്നത്. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ എഡ്ജ്, ആശ്വാസം തന്നെയാണ് ജാർഖണ്ഡിലെ ജയം. മഹാരാഷ്ട്രയിൽ മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിന് ജാർഖണ്ഡിലാകട്ടെ ത്രസിപ്പിക്കുന്ന വിജയത്തിന്റെ കഥയാണ് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു ജാർഖണ്ഡിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എക്സിറ്റ് പോളുകളെ മറികടന്ന്, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളെ എല്ലാം കവച്ചു വെച്ചുകൊണ്ട് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വെന്നിക്കൊടി പാറിക്കുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ നമ്മൾ കാണുന്നത്. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ട്രെൻഡ് JMMനും കോൺഗ്രസിനും അനുകൂലമായിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടിയെ ചെറു പാർട്ടിയായി കണക്കാക്കിയാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുഴുവൻ നടത്തിയത്. പക്ഷെ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ മത്സര ഫലം പുറത്തു വന്നപ്പോൾ, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJPക്കും NDAക്കും മനസ്സിലായത് ഇന്ത്യ സഖ്യം ആകെ 81 സീറ്റുകളുള്ള 41 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം 56 സീറ്റ് എന്ന തികഞ്ഞ വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2019 48 സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത് എന്നത് ഓർക്കുക. വലിയ മുന്നേറ്റം തന്നെയാണ് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.